ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്നെ സ്നേഹിക്കുകയും ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും, പൊതുവായിട്ട് എന്നെ പരിചയപ്പെട്ട് ഈ ശബ്ദത്തിലൂടെ പരിചയപ്പെടുന്ന സ്നേഹിതന്മാർക്കും സ്നേഹിതർക്കും ദൈവത്തിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ ഞാൻ പറയുന്നത് യൂട്യൂബർമാരാണ് കേൾക്കുന്നതെങ്കിൽ ആ അർത്ഥത്തിലും അതേപോലെ തന്നെ നിങ്ങളെ നല്ലതിന് വേണ്ടിയാണെന്ന് മാത്രം ചിന്തിക്കുക. മറ്റുള്ളവരും ആ ഒരു നിലവാരത്തിൽ ഒരു കൂട്ടു സഹോദരൻ അല്ലെങ്കിൽ ഒരു അങ്കിൾ അല്ലെങ്കിൽ ഒരു മൂത്ത ജ്യേഷ്ഠൻ, ഒരു മകൻ പറയുന്ന ആ പ്രായത്തിനൊത്ത് നിങ്ങൾ മനസ്സിലാക്കി അംഗീകരിക്കും എന്നുള്ള വിശ്വാസത്തോടെ ആ ഒരു മെയിൻ പോയിന്റിലേക്ക് കടക്കുകയാണ്. മറ്റൊന്നുമല്ല, ഞാൻ 2017 തോന്നുന്നു എന്ത് ചെയ്തത്, യൂട്യൂബ് ജോയിൻ ചെയ്യുന്നത്. 2017 സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ മക്കൾ എന്തെങ്കിലും പാട്ടുകളോ ബൈബിൾ വേഴ്സുകളോ ഒക്കെ വായിച്ചിട്ട് അവരുടെ ഇഷ്ടത്തിന് അവർ ആഗ്രഹിച്ചിട്ട് ഞാൻ ചെയ്തു കൊടുത്തില്ലെന്ന് വരാതിരിക്കാൻ വേണ്ടി അഡ്വാൻസായിട്ട് അവർക്ക് വേണ്ടി തുടങ്ങിയ ചാനലാണ്. എന്നാൽ എല്ലാവർക്കും എല്ലാം ആഗ്രഹിക്കുമ്പോൾ നടക്കണമെന്നില്ലല്ലോ. അവരായിട്ട് ഒരു വീഡിയോയിലും ഇടാനായിട്ട് താല്പര്യം കാണിക്കാത്ത സ്ഥിതിക്ക് അതിൽ നിന്ന് ഞാൻ പിന്മാറി. ഇന്ന് ഒരു പ്രത്യേക അഗ്നിസ്വാധനയുടെ നടുവിൽ കൂടി കടന്നു പോകുമ്പോൾ വെറും 11 സബ്സ്ക്രൈബേഴ്സുമായി ഞാൻ വീണ്ടും നിങ്ങളടുത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ സഹകരണവും എൻ്റെ പ്രയത്നവും ദൈവത്തിൻ്റെ സഹായവും കൊണ്ട്, ദൈവത്തിൻ്റെ സഹായം എന്ന് പറഞ്ഞാൽ എൻ്റെ ആരോഗ്യസ്ഥിതിയും കണ്ണിൻ്റെ പ്രയാസങ്ങളും അതൊക്കെ ചില ലൈവിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 3 ഓപ്പറേഷൻ കഴിഞ്ഞ വ്യക്തിയാണ്. മറ്റ് പ്രതിസന്ധികളൊക്കെ ഉണ്ട്. അതൊക്കെ പോകെ നമ്മൾ പരിചയപ്പെടുന്നതിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം വിശദീകരിക്കുന്നതല്ലേ നല്ലത്. ആദ്യമേ എല്ലാം പറയുന്നത് നല്ലതല്ലല്ലോ. അതെ. അപ്പോൾ അങ്ങനെയുള്ള അനുഭവത്തിൽ വീണ്ടും പറയാം, അഗ്നിശോധനയിൽ കൂടി കടന്നു പോകുന്ന അനുഭവത്തിൽ ദൈവം കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബ് ഒരു ആശ്രയം, നേരിട്ട് കണ്ടിട്ടില്ലാത്ത പല സഹോദരന്മാരും ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ, ഒരു അങ്കിളിനെ പോലെ, ഒരു ഇളയ അനിയനെ പോലെ ഗൾഫിൻ്റെ പ്രദേശത്ത്, അമേരിക്കയുടെ ഭാഗത്ത് പലയിടത്തു നിന്നും എന്നെ മനസ്സിലാക്കുകയും അവർക്ക് ചിലതമായ ആശ്വാസങ്ങളാവുകയും, എന്നാൽ എല്ലാവരോടും ആയിട്ട് ലൈവിൽ കൂടി പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അവരുടെ നന്മയ്ക്കായി പറയാമെന്ന് ചിന്തിക്കുന്നു. അപ്പോൾ തന്നെ ഇത് നമ്മൾ തേങ്ങ തിരികെ വയ്ക്കുമ്പോൾ ആ തേങ്ങ പുട്ടിൻ്റെ കണ്ണിലിടാനാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, അല്ല ചമ്മന്തി അരയ്ക്കാനാണെങ്കിൽ അങ്ങനെ, ഇറച്ചിക്കാണെങ്കിൽ അങ്ങനെ, എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും എടുക്കാം. ഈ പറയുന്ന മെസ്സേജ് നിങ്ങളുടെ ഏത് ആവശ്യത്തിനാണ് നിങ്ങൾ എടുക്കേണ്ടത്. തേങ്ങ പല ആവശ്യത്തിന് എടുക്കുക. ഇനി അതിനാട്ടി വെളിച്ചെണ്ണ എടുക്കാം, പ്രത്യേകിച്ച് പിണ്ണാക്കെടുത്തിട്ട് പശുവിനും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അനുഭവത്തിൽ മാത്രം ഉൾക്കൊള്ളുക, ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. ഓക്കെ, ഞാനിത് നിർബന്ധിക്കുന്നില്ല. പല യൂട്യൂബർമാരും സഹോദരന്മാരോട് പറയുന്നത് പോലെ ഞാൻ സ്നേഹത്തോടെ, ദൈവീയ പരിജ്ഞാനത്തോടെ ഞാൻ സംസാരിക്കുകയാണ്. അത് ആ അർത്ഥത്തിൽ തന്നെ എടുക്കുക. നമ്മൾ ഒരു ഷോപ്പിൽ പോയി നമ്മൾ ലൈവ്, ആ പോയിന്റിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ പല വ്യക്തികളും വന്ന് ചൊറിയാനും തോണ്ടാനും, ചില കാമവെറിയന്മാരായ വ്യക്തികൾ ആ നിലവാരത്തിലും, വേറെ ചിന്തകളിൽ വരുന്ന വ്യക്തികൾ ആ നിലവാരത്തിലേക്ക് വന്ന് പലരും ഫലപ്പെടുന്നു. അതിനെല്ലാവരുടെ മറുപടി മരുന്ന് ഇതിലുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും അധികമായിട്ടുള്ള അറിവ് നിങ്ങൾക്ക് ദൈവം നൽകട്ടെ എന്ന് എന്നിൽ ഉള്ളതിനേക്കാൾ, ഞാനൊരു എളിയ മനുഷ്യനാണ്. ദൈവത്തെ യഹോഭക്തി ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവീയ ജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നു. യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നു. ബൈബിൾ പറയുന്ന കാര്യമാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വിശ്വസിക്കുന്നവർക്ക് നന്മയ്ക്കായി ഭവിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ യഹോഭക്തിയുള്ള വ്യക്തി ആ നിലവാരത്തിൽ മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഷോപ്പിൽ പോയി ഒരു വ്യക്തി അവിടെ ഇല്ലാത്തൊരു സാധനം ചോദിക്കുന്നു. ചേട്ടാ, ഈ സാധനം ഇവിടെ ഇല്ല, അപ്പുറത്തോ ഇപ്പുറത്തോ ഉണ്ടാകുന്ന നോക്ക്. അത് പറയണ്ട, ഇവിടെ ഇല്ല, അപ്പുറത്തോ നോക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. ചിലപ്പോൾ പൈസ ഇല്ലാതായിരിക്കും ചിലപ്പോൾ അദ്ദേഹം വരുന്നത്, പരീക്ഷിക്കാനായിട്ട് വരുന്നത്. നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാതാണെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞു വിടണം. അതിനപ്പുറമായിട്ട്
ആ ഒരു ചൊറിയാൻ വരുന്ന വ്യക്തിയുടെ അതിനെ നമ്മളെടുത്ത് വ്യാഖ്യാനിച്ച് പിന്നെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞ് ഒരു രണ്ടുപേർക്കൊരു ബുദ്ധിമുട്ടാവുന്നതും മറ്റനുഭവത്തിലൊക്കെയുള്ള അനുഭവങ്ങൾ ഞാൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കാണുന്നു. നിങ്ങൾ പറയും 11 സബ്ബുമായിട്ട് തുടങ്ങി ഇപ്പം 70-നകത്തുള്ള സബ്ബല്ലേ ആയിട്ടുള്ളൂ. നിങ്ങൾക്കിത് പറയാൻ എന്ത് യോഗ്യത? യൂട്യൂബിൻ്റെ കാര്യത്തിൽ അത്രേ യോഗ്യത ഉള്ളുവെങ്കിലും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറയുവാൻ പറ്റും. എന്ത് ചെയ്യുക? ഈ എൻ്റെ ലൈവാവുന്ന ഷോപ്പിൽ നീ ചോദിക്കുന്ന സാധനം ഇല്ല. അതിനപ്പുറം നിൻ്റെ അപ്പനോ അമ്മയോ മാതാവോ പിതാവോ പെങ്ങളോ ആരെയും വിളിക്കണ്ട. ഞാൻ വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം, ആരൊന്നും പറയുന്നില്ല, ഏകസത്യ ദൈവമായ ദൈവത്തെപ്പോലും അറിയാത്തൊരു പെൺകൊച്ച് എന്നെ ഒരു ജ്യേഷ്ഠനെ പോലെ നോക്കുന്ന ഒരു പെൺകൊച്ച്, ആ നിഷ്കളങ്കഹൃദയമായിട്ടുള്ള ഒരു പെൺകൊച്ച് അവളുടെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നില്ല, എന്തോ അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചോ ആ പെൺകൊച്ചിൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചോ എന്തോ അനാവശ്യമായിട്ട് ഒരു വ്യക്തി സംസാരിച്ചു. ലൈവിൽ കൂടി പുള്ളിക്കാരി കരഞ്ഞു. എന്നിട്ട് ആ വ്യക്തി പറഞ്ഞ ഒരു പോയിൻ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒരു ദൈവമുണ്ട്. ആ പുള്ളിക്കാരി മനസ്സിലാക്കിയ ദൈവത്തെപ്പോലും, ഏകസത്യ ദൈവത്തെ മനസ്സിലാക്കിയില്ല, എന്നാൽ പോലും മനസ്സിലാക്കിയ ദൈവത്തെപ്പോലും സപ്പോർട്ട് ചെയ്ത് പറയുകയാണ്, ദൈവമുണ്ട്, അവൻ ഇതിന് കണക്ക് തീർക്കും. അത്ര തന്നെ. അതിനപ്പുറം പറയേണ്ട കാര്യമില്ല. ഇത് ചിലപ്പോൾ സാധനം വാങ്ങിക്കാൻ വരുന്നവൻ അവിടെ അവൻ്റെ ഒരു പൈസ കാണത്തില്ലായിരിക്കും. പൈസ ഉണ്ടെങ്കിൽ തന്നെ സാധനം ഉണ്ടെങ്കിൽ പോലും ഇല്ലായിരിക്കും. പിന്നെ ഇവിടെ ഇല്ലാത്ത സാധനം എങ്ങനെ വാങ്ങിക്കും? വേറൊരു കാര്യം വളരെ വിഷമത്തോടെ ആദ്യം തന്നെ ഞാൻ ചേർക്കട്ടെ. ചിലപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ മനസ്സില്ലെങ്കിലോ, കണ്ണാടി കൂട്ടിൽ വച്ചിരിക്കുന്ന പഴംപൊരി വട ഇതുപോലെ പൈസ ഇല്ലാത്തവനും വഴി പോകുന്നവനെല്ലാം നോക്കി വെള്ളം ഇറക്കുന്ന നിലവാരത്തിലുള്ള ഡ്രസ്സുകളും സ്വന്തം ഭർത്താവിന് കിടപ്പറയിൽ കാണിക്കാൻ മാത്രം അവിടെ യൂസ് ചെയ്യാൻ പറ്റിയ ആ വസ്ത്രങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ലൈവ് ചെയ്യുന്ന വ്യക്തികൾ. എന്തിനു വേണ്ടി? വ്യൂവേഴ്സ് ലൈക്ക് കൂട്ടാൻ വേണ്ടി. വളരെ വിഷമത്തോടെ പറയട്ടെ, കുഞ്ഞെ, താങ്കളുടെ അല്ലെങ്കിൽ സഹോദരി, നിങ്ങളുടെ മക്കളും വളർന്നു വരുന്നു. അല്ല, നീ പ്രായാധിക്യമുണ്ട്, നിനക്ക് ദൈവം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടോ? നിൻ്റെ കാണിക്കാൻ പാടില്ലാത്ത ഭാഗങ്ങൾ കാണിക്കണ്ട. നിനക്കൊരു ഭർത്താവുണ്ടോ? ബെഡ്റൂമിലായിക്കോ. പഴം നമ്മൾ കഴിക്കുന്നതിന് മുൻപ് ഉരിക്കാറില്ല. പഴം ഉരിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നവർ ഇതാ കഴിച്ചിട്ട് പോകുന്ന പറഞ്ഞ് ലൈവ് ചെയ്യുന്ന വ്യക്തികളുമുണ്ട്. വിഷമത്തോട് പറയട്ടെ, നിങ്ങളുടെയും മക്കൾ വളർന്നു വരികയാണ്. ഇത് കണ്ടു വേണം അവരെ അടുത്ത് ലൈവ് ചെയ്യാൻ, അവരുടെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ലൈവിൽ കൂടി കാണിക്കാൻ പാടില്ലാത്ത ഭാഗങ്ങൾ കാണിക്കണ്ട. ലൈവിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയണ്ട. ലൈവിൽ വന്ന് പോകുന്ന വഴിക്ക് കയറി പോകാമെന്ന് പറഞ്ഞ് വരുന്നവനെ പിടിച്ചു നിർത്തി, എന്തിനാടാ നീ വന്നത്? അങ്ങനെ ചെയ്തോടാ, ഇങ്ങനെ ചെയ്തോടാ, എന്നെ പറഞ്ഞോടാ, അങ്ങനെ പറഞ്ഞോടാ, ഇങ്ങനെ പറഞ്ഞോടാ. അവിടെ കുത്തും കൊലപാതകവുമാകുന്ന, ലൈവിൽ കൂടി കുത്തും കൊലപാതകവുമാകുന്ന അനുഭവത്തിൽ പലതും സംഭവിക്കുന്നുണ്ട്. വേറൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ ഇപ്പോൾ 1 പവൻ സ്വർണത്തിന് ഏറെക്കുറെ, എനിക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയത്തില്ല, ഞാൻ അധികം ലോകപരിചയമുള്ള വ്യക്തിയല്ല, ഞാൻ ഓർഗൻസ് യൂസ് ചെയ്യുന്ന വ്യക്തിയുമല്ല, 1 ലക്ഷം രൂപയെങ്കിലും ഉണ്ടാവും. ഈ 2 പവൻ 2 ലക്ഷം രൂപ ഉണ്ടെന്നിരിക്കട്ടെ, കൂടിട്ട് കുറയട്ടെ. ഈ 2 ലക്ഷം രൂപ വിലയുള്ളൊരു മോതിരം ടോയ്ലറ്റിനകത്ത് പോയി. നിങ്ങൾ കളയുമോ? തങ്കമാണ്, തങ്കം, തനിത്തങ്കം. ഗ്ലൗസോ കീറാത്ത 1-2 കവറോ എന്തെങ്കിലും എടുത്ത് അതിനെ കഴുകി വെളുപ്പിച്ച് അതിനെ ഉപയോഗിക്കും. ചൂടുവെള്ളത്തിയിട്ട് ചൂടുവെള്ളം കൊണ്ട് കൈ കഴുകി എല്ലാ നിലവാരത്തിൽ എത്രത്തോളം ശുചിത്വം ആക്കാൻ പറ്റുമോ, സ്മെല്ല് പോകാൻ വേണ്ടി വല്ല മണം സോപ്പോ
മറ്റുകൊണ്ട് കഴുകി വെയിലത്തൊക്കെ വെച്ച് ഉണക്കി ചൂടുവെള്ളം കൊണ്ട് കഴുകി എല്ലാ നിലവാരത്തിലും വൃത്തിയാക്കി ഉപയോഗിക്കും. ഒരുവൻ മോശമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് വരുന്നെങ്കിൽ കർത്താവ് പാപിയെ തേടിയാണ് വന്നത്. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവം നിൻ്റെ കയ്യിലുള്ള സ്വർണത്തെ നീ സ്നേഹിക്കുന്നു, അതിലുള്ള അഴുക്കിനെ, അതിനുള്ള വേസ്റ്റിനെ, അതിൻ്റെ മാലിന്യത്തെ നാം വെറുക്കുന്നു. അതേപോലെ നിന്നിലുള്ള പാപത്തെ വെറുക്കുകയും നിന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അപ്പം നാം എന്ത് ചെയ്യണം? നമ്മുടെ അടുത്ത് ലൈവിലാവട്ടെ, വേറൊരു നിലവാരത്തിലാവട്ടെ, യാത്ര ചെയ്യുമ്പോഴാവട്ടെ, ബസ്സിലൊക്കെ തട്ടി മുട്ടി അങ്ങനെ ഇങ്ങനെ പറയുന്നല്ലോ. ചുമ്മാ എന്തിന് ജയിലിലും പോയി വല്ല പ്രശ്നങ്ങളുണ്ടാക്കി കാര്യങ്ങൾ എന്തിന് ചെയ്യുന്നു? നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അവനെ ആ അസുഖം മാറ്റാനായിട്ട് സ്വന്തം സഹോദരനാണ് ആ ഒരു അസുഖം ഉള്ളതെങ്കിൽ നാട്ടുകാരെ വിളിച്ച് പറയുമോ? ലൈവിൽ കൂടി സംസാരിക്കുമോ? എൻ്റെ സഹോദരൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടേ നാട്ടുകാരെ എന്ന് പറയുമോ? സ്വന്തം മക്കൾക്കാണെങ്കിൽ പറയുമോ? സ്വന്തം മക്കൾക്കാണെങ്കിൽ പറയുന്ന അജ്ഞാനികളായ പരിജ്ഞാനമില്ലാത്തവരായ വ്യക്തികളുണ്ടോ? എനിക്ക് അറിയത്തില്ല. അപ്പോൾ ആവർത്തിക്കട്ടെ, പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവം. ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ എത്രയോ വർഷമായി ലൈവ് ചെയ്യുന്നതായിരിക്കാം, എന്തെല്ലാം പ്രതിസന്ധി കൂടി കടന്നുപോയിട്ടുണ്ടായിരിക്കാം. ഞാൻ പല വീഡിയോയിലും പല ഇതും എൻ്റെ സഹോദരങ്ങളെ കൂടെ പോലെ കണക്കാക്കി, എൻ്റെ മക്കളെ പോലെ കണക്കാക്കി ഞാൻ അവരോട് പറഞ്ഞത് എത്രത്തോളം അവർക്ക് പ്രയോജനപ്പെട്ടെന്നോ എനിക്കറിയത്തില്ല. അപ്പോൾ എല്ലാവർക്കുമായി പ്രയോജനകരമായി എന്ന നിലവാരത്തിൽ $, എല്ലാവരുടെയും ആഗ്രഹം സാമ്പത്തിക നന്മയ്ക്ക് വേണ്ടിയാണല്ലോ. ഈ സമയം ഉറക്കം പോലും ഇല്ലാതെ മണിക്കൂറുകൾ 5 മണിക്കൂർ വരെ ഒരേ രീതിയിൽ നിന്ന് ലൈവ് നടത്തുന്ന 55-60 വയസ്സ് പ്രായത്തിന് മുകളിലേക്കുള്ള അമ്മമാരെ വരെ എനിക്കറിയാം, ഞാൻ കാണുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഒന്നുകിൽ ഉള്ള സമ്പാദ്യത്തിൽ കൂടി സമ്പാദ്യം കൂട്ടാൻ, ഇല്ല കൂട്ടുകാരെ മക്കളെ വിദേശത്ത് അവിടെ ഇവിടെയൊക്കെ ആയിരിക്കുന്നു, സമയം പാസിന് വേണ്ടി, ഇല്ല മറ്റൊരു ബോയ് ഫ്രണ്ടിനെ നോക്കാനും വേണ്ടി, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിനെ നോക്കാം, പല ഉദ്ദേശത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നു. ലൈവ് നടത്തുന്ന നിൻ്റെയും എൻ്റെയും ചിന്താഗതി നന്നായിരുന്നാൽ അതിൽ കടന്നു വരുന്ന വ്യക്തികളുടെയും ചിന്താഗതി നന്നാവും. നമ്മുടെ ചിന്താഗതി തെറ്റിപ്പോയാൽ ചിലപ്പോൾ അവനൊരു ഡൗട്ട് ചോദിക്കുന്നത്, അങ്ങനെ ചെയ്തുകൂടെ കുഞ്ഞെ, നിനക്ക് എന്തെങ്കിലും വർക്ക് ചെയ്തുകൂടെ? അല്ല, ഞാൻ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു. അല്ല, നിൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. ഇല്ല, ചേട്ടൻ കൂടി അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് അറിയാമോ? ചില വീഡിയോയിലൊക്കെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. എന്തെങ്കിലും പറയുമ്പോൾ തൊട്ടടുത്ത് ഭാര്യയോ മക്കളോ ഒക്കെ ഇരിക്കുന്നുണ്ടാവും. നോക്കിയിട്ട് അദ്ദേഹം എൻ്റെ വീട്ടിൽ വരാമെന്ന്, ക്രിസ്മസിന് വരാമെന്ന് പറഞ്ഞേക്കാണ്, അല്ലെങ്കിൽ ഇന്ന സമയത്തിന് വരാമെന്ന് പറഞ്ഞേക്കാണ്. ചേട്ടാ ഒന്ന് മുഖം ഒന്ന് കാണിച്ചു കൊടുക്കും ചേട്ടാ. ഇതാ ക്യാമറ തിരിച്ചിങ്ങനെ കാണിക്കുന്ന അനുഭവങ്ങൾ എത്ര അനുഭവങ്ങൾ. ചിലപ്പോൾ ഭർത്താവും ഭാര്യയും കൂടി തന്നെ എന്ത് ചെയ്യുന്നു? ആ ലൈവിൽ വരുന്ന കൃമികീടങ്ങളെ പല രീതിയിൽ ഇതാക്കുന്നു. അവനെ നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു തങ്കമെന്ന് കണക്കാക്കി അവനുള്ള മാലിന്യം മാറ്റാനായിട്ട് ആ ലൈവ് മുഖേന ഒരു വ്യക്തി ആ നിത്യതയിലെത്താൻ സാധിച്ചാൽ, ഇല്ല ഒരു സഹോദരനെ പോലെ മനസ്സിലാക്കി അല്പസമയം 2-3 മിനിറ്റ് ഒന്ന് അവനോട് ഷെയർ ചെയ്യാൻ സാധിച്ചാൽ, അവനിലുള്ള ആ കാമാർത്തി, അല്ലെങ്കിൽ അവനുള്ള ആ വേണ്ടാത്ത അസുഖം, ആ ഞരമ്പ് രോഗം എന്തോ ആയിക്കോട്ടെ മാറാൻ നിൻ്റെ ഒരു വാക്കിന് മതിയാവും. വീണ്ടും ഞാൻ ചോദിക്കട്ടെ, നിൻ്റെ സഹോദരിയോ സഹോദരങ്ങളെ താങ്കളുടെ നിങ്ങൾ മറ്റവരോട് ചോദിക്കുന്ന അത് റോങ് ആയിട്ട് ചോദിക്കുമ്പോൾ ഞാൻ സ്നേഹത്തോടെ ചോദിക്കുകയാണ്. സഹോദരങ്ങളോ മക്കളോ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഇങ്ങനെയാണോ നിങ്ങൾ പെരുമാറുന്നത്? അവരും ജീവനുള്ള ദേഹിയാണ്. അവർക്കും അമ്മയും അപ്പനും ഉണ്ട്, സഹോദരങ്ങളുണ്ട്. അവനിലുള്ളൊരു അസുഖമാണെന്ന് മനസ്സിലാക്കുക. അതിനുള്ള നല്ല മരുന്ന് നിങ്ങളിലുണ്ട്, സ്നേഹത്തിൻ്റെ മരുന്ന്. ഏറ്റവും വലിയ ആയുധമാണ് സ്നേഹമായിരുന്ന ആയുധം, ദൈവിക സ്നേഹം. ഒന്ന് പകർന്നു കൊടുക്കാൻ സാധിക്കുമോ? അത് നിങ്ങൾക്കും നന്മയാവും, ആ വരുന്നവർക്കും നന്മയാകും.
ഇല്ല എൻ്റെ അമ്മ അങ്ങനെയാണോ, എൻ്റെ പെങ്ങൾ അങ്ങനെയാണോ, എൻ്റെ ഭാര്യ ഇങ്ങനെയാണോ, അവളോടെ ചെന്ന് പറ, ഇവരോടെ ചെന്ന് പറ, മറ്റത് പറ, മറിച്ചത് പറ. നിന്നിലുള്ള നല്ല താലന്ത് കൂടി നീ കുഴിച്ചിട്ടിട്ട് മടയഞ്ഞാവയാണെന്ന് നീ ഓർക്കുക. നിന്നെക്കുറിച്ച് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ 65, 100, 150 വ്യൂവേഴ്സ് കാണും. നീ നല്ല വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നിൻ്റെ ലൈവിൽ സമയം പാഴാക്കി സബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് മറ്റനുഭവത്തിൽ അവിടെ എത്തുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു അനുഭവം പറയുന്നത് കേൾക്കുമ്പോൾ പിന്നെ ആ ലൈവിൽ വരാൻ സാധ്യതയുണ്ടോ? സഹോദരങ്ങളെ, ഞാൻ ലൈവിൽ വന്ന് പോസിറ്റീവ് ആയിട്ട് പറയുകയാണെന്ന് ചിലരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാലപ്പിടിച്ച് ഒരു 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 എളിയവൻ എന്നുള്ള നില കാലപ്പിടിച്ച് ഞാൻ പറയാം. ഞാൻ പറയുന്നത് പോസിറ്റീവായിട്ട് മാത്രം എടുക്കുക. യെസ്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, എൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഇനി പറയുന്ന ഈ മെസ്സേജ് നിങ്ങൾ അംഗീകരിച്ച് നിങ്ങളിലൂടെ അനേകർ ആ സ്വർഗീയ സന്തോഷം മനസ്സിലാക്കാൻ വേണ്ടി, നേർവഴിക്ക് നടക്കാൻ വേണ്ടി. ഈ രാത്രി ഏകദേശം 1 മണിയോടടുക്കുന്ന സമയത്ത്, ഇന്നേ ദിവസം എന്നല്ല, ഈ നാളുകളിൽ വളരെ ചൂടുണ്ട്. ഇവിടെ AC ഇല്ല, ഫാനില്ല, ഒന്നുമില്ല. ഷർട്ടിട്ട് കഴിഞ്ഞാൽ വേർത്തൊലിച്ചു കൊണ്ടിരിക്കുക. എന്നിട്ടും ത്യാഗം സഹിച്ച് ഇന്ന് ലൈവ് ചെയ്യാനുള്ള മനസ്സുപോലും ഇല്ലായിരുന്നിട്ടും എന്ന് ഇവിടെ ഇരുത്തി ആ സർവശക്തന് ആരോഗ്യം തന്ന് ബലഹീനതകളെ മാറ്റി ഈ ഒരു മെസ്സേജ് ഇടുവാൻ ഇടയായെങ്കിൽ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കട്ടെ, പോസിറ്റീവായിട്ട് എടുക്കുക. നീ നടത്തുന്ന ഷോപ്പിൽ ഒരു വ്യക്തി വരുമ്പോൾ നിൻ്റെ കയ്യിൽ ആ സാധനമില്ലയോ, ഇല്ലെന്ന് പറയുക. ഇല്ല, സ്നേഹത്തിൻ്റെ ആയുധമെടുത്ത് സ്നേഹത്തോടെ നീ സംസാരിക്കുമ്പോൾ അവൻ്റെ അസുഖം, അവനിലുള്ള മാലിന്യം നീങ്ങും. ബൈബിളിൽ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ കാരണം, സ്നേഹം ഇല്ല എങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. പല ലൈവിലും കടകട കട 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 എന്ന് പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കുന്ന മുഴങ്ങുന്ന ചെമ്പ് പോലെയല്ലയോ, മണിയടി പോലെയല്ലയോ ചില ലൈവുകൾ കട്ടാക്കേണ്ടി വരുന്നില്ലയോ? വരുന്ന വഴിക്ക് തന്നെ ഈ സാധനം ഇവിടെ ഇല്ല, കഴിഞ്ഞു. ഇല്ല സഹോദര, നിൽക്ക്. നിന്നിലുള്ള അസുഖം മാറ്റാൻ എന്നിൽ ദൈവിക സ്നേഹമുണ്ട്. ആ സ്നേഹം നിന്നിൽ പകരാം. നീ തങ്കമാകുന്ന നിന്നിലുള്ള മാലിന്യം മാറ്റാനായിട്ട് ഉള്ള മരുന്ന് എന്തിനുണ്ട്? നീ നിൽക്ക്. നീ ഇങ്ങനെ ജീവിച്ചാൽ നീ നിത്യാഗ്നിയിലേക്ക് പോകും. ചാകാത്ത പുഴുവും കിടാത്ത തീയുള്ള നിത്യാഗ്നിയിലേക്ക് പോകും. നിനക്ക് നിത്യത വേണമോ? നീ എന്ത് ചെയ്യുക? ഈ കാമാർത്തിയൊക്കെ എല്ലാം വിട്ട്, മദ്യപാനം വിട്ട്, വ്യഭിചാരം വിട്ട്, സ്വയഭോഗം വിട്ട്, എന്തോ ബാക്കിയെല്ലാം പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ എന്തോ തെറ്റെന്ന് പറയുമ്പോഴാണ് അങ്ങ് ചിന്തിക്കുന്നത്. എല്ലാം തുറന്ന് കാണിക്കുന്നുണ്ട്. എത്രയോ കുഞ്ഞുങ്ങൾ രഹസ്യമായി അവരുടെ ബെഡ്റൂമിൽ മാതാപിതാക്കൾ അറിയാതെ സ്വയഭോഗത്തിനും മറ്റ് സെക്സ്വൽ അനുഭവങ്ങൾക്കും അടിമയായിരിക്കുന്നെന്ന് ആർക്കെങ്കിലും അറിയാമോ? കാണുന്നുണ്ടോ? എത്രയോ കുഞ്ഞുങ്ങളുടെ ബെഡ്റൂമിൽ മാതാപിതാക്കൾ ഉറങ്ങിയതിന് ശേഷം ആരെയെല്ലാം വിളിച്ചു വരുത്തുന്നെന്ന് അറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങൾ. അല്ല, ഈ ലൈവിൽ കയറി വരുന്ന കുഞ്ഞുങ്ങൾ അങ്ങനെ ആയി പോകരുത്. വളരെ വിഷമത്തോടെ ഞാൻ പറയാം. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങളെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി, എൻ്റെ കുഞ്ഞുങ്ങൾ വഴിതെറ്റത്തില്ല. അല്ല, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ട്. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുറിച്ച് ഓർത്ത് കരവിൻ. കർത്താവ് 33 തിരുവയസ്സ് വരെ ജീവിച്ച് കാൽവരി ക്രൂശിന്മേൽ അവസാനത്തുള്ള രക്തം വരെ ചങ്കിലെ ചോര വരെ ഊറ്റിത്തരുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമാണ്. ഇസ്രായേൽ ജനം, തൻ്റെ ജനം കരയുന്ന സമയത്ത് പറയാണ്, പ്രിയ സഹോദരങ്ങളെ, അമ്മമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുക. ആ അപ്പൻ്റെ പാത പിന്തുടരാൻ ആഗ്രഹിക്കുന്ന, പിന്തുടരാൻ തുടങ്ങിയ, അതെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള വലിയൊരു കാര്യം, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുറിച്ച് ഓർത്ത് കരയും. അപ്പോൾ തന്നെ
കഴിയുമെങ്കിൽ ഈ നശിച്ചു പോകുന്ന നിങ്ങളുടെ ലൈവിൽ വന്ന് നീ വലയിട്ട് മീൻ പിടിക്കാൻ പോകുന്നത് പോലെ വലയിട്ട് മീൻ പിടിച്ചവനെ മനുഷ്യനെ പിടിക്കുന്നവനാക്കാമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ സന്നിധിയിൽ നിൻ്റെ മുന്നിൽ ലൈവിൽ നിൻ്റെ മുന്നിൽ നിൻ്റെ കെണിയിൽ പെടുന്ന വ്യക്തികളാണെങ്കിൽ നീ ഒന്ന് രക്ഷിക്കാൻ നോക്ക്. ആ വലയിൽ പെടുന്നതിനെങ്കിലും ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കാൻ നോക്ക്. ഒരു കൂട്ട് സഹോദരനെ പോലെ ഒരു ജന്മം കൊടുത്ത മകനെ പോലെ ഒന്ന് സംസാരിക്കാമോ? നീ ഡോളറിന് തിരഞ്ഞു പോകണ്ട. ഡോളർ നിന്നെ തേടി വരും. നിൻ്റെ മെസ്സേജ്, നീ ചെയ്യുന്ന യൂട്യൂബിലെ മെസ്സേജ് അത് മിസ്യൂസ് ആവത്തില്ല, അത് ഡിലീറ്റ് ആവത്തില്ല, അത് അവോയ്ഡ് ചെയ്യത്തില്ല, അത് റിമൂവ് ചെയ്യേണ്ടി വരത്തില്ല. നീ ചെയ്ത ടൈം, നീ ചിലവഴിക്ക് ടൈം അത് പാഴായി പോയിട്ടില്ല. ഈ ബൈബിളിനെ സാക്ഷികൾക്ക് ഞാൻ പറയാം. ഉറങ്ങേണ്ട സമയം ഇത് ഇപ്പോൾ പകലാണോ രാത്രിയാണോ എപ്പോഴാണ് നിങ്ങൾ കേൾക്കുന്നത്? ഈ ട്രിവാൻഡ്രം ഭാഗത്ത് നിന്ന് സംസാരിക്കുമ്പോൾ എത്ര നാൾ കഴിഞ്ഞ്, അല്ലെങ്കിൽ മിനിറ്റോ മണിക്കൂറുകളോ കഴിഞ്ഞ്, അപ്ലോഡായി മണിക്കൂറുകളോ മിനിറ്റുകളോ കഴിഞ്ഞ് നിങ്ങൾ കാണുകയും കേൾക്കുമ്പോൾ ചെയ്യുമ്പോൾ